ജാർഖണ്ഡിൽ തലയ്ക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച മാവോയിസ്റ്റ് തലവനെ ഉൾപ്പെടെ 3 ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. ഇതോടുകൂടി തന്നെ മാവോയിസ്റ്റുകൾക്ക് നേരെ നടത്തിയ ഏറ്റവും വലിയ ഓപ്പറേഷന്റെ വിജയത്തിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്ന് രാവിലെ 6 മണിക്കാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഹസാരി ബാഗിലെ പത്രത്രി വനത്തിലാണ് ഈ ഏറ്റുമുട്ടൽ നടന്നതെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. നിരോധിത CPI അതായത് മാവോയിസ്റ്റുകളുടെ നേതാവായ സഹദേവ് സോറിന്റെ സ്ക്വാഡും സുരക്ഷാ സേനയും തമ്മിലായിരുന്നു ഇന്ന് രാവിലെ 6 മണിയോടുകൂടി തന്നെ ഏറ്റുമുട്ടൽ നടന്നത്. അതായത് ഗോർഹർ പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ വനത്തിലാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചതായി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തുവരുന്നത്. പ്രദേശത്ത് തിരച്ചിൽ നടത്തിയപ്പോൾ തന്നെ തലയ്ക്ക് 1 കോടി രൂപ പ്രതിഫലം പ്രഖ്യാപിച്ച സഹദേവ് സോറിന്റെയും മറ്റ് 2 മാവോയിസ്റ്റുകളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തതായും സുരക്ഷാ സേന വ്യക്തമാക്കി. മാത്രമല്ല, സുരക്ഷാ സേന ഇപ്പോഴും ആ വനത്തിനുള്ളിൽ തിരച്ചിൽ തുടരുകയാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുന്നതുവരെ സുരക്ഷാ സേന അവിടെ നിന്നും ഒരടി പിന്നോട്ട് പോകില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു. മാത്രമല്ല, അടുത്ത വർഷത്തോടുകൂടി തന്നെ ജാർഖണ്ഡിൽ നിന്നും പൂർണ്ണമായും മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുന്ന ലക്ഷ്യത്തോട് തന്നെയാണ് സർക്കാർ അടക്കം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നടക്കുന്ന ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതുവരെയും സ്ഥിരീകരണം വന്നിട്ടില്ല എന്നായിരുന്നു നേരത്തെ വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. വെടിവയ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതുപോലെ തന്നെ പലാമു ജില്ലയിൽ മാവോയിസ്റ്റുകളായ തൃതീയ പ്രസിദ്ധി സമിതിയുമായാണ് കഴിഞ്ഞ ദിവസം ഇതേപോലെ സമാനമായ ഒരു ഏറ്റുമുട്ടൽ പുലർച്ചെ 12:30 തന്നെ നടന്നത്. അതുപോലെ തന്നെ സമിതി കമാൻഡറായ ശശികാന്തും സംഘവും പ്രദേശത്ത് എത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിനിടയിലായിരുന്നു ഏറ്റുമുട്ടൽ നടക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത വർഷത്തോടുകൂടി തന്നെ മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സർക്കാരുകൾ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആയുധം താഴെ വെച്ച് കീഴടങ്ങുകയല്ലാതെ മറ്റൊരു ഉപാധിയും അംഗീകരിക്കില്ല എന്നത് തന്നെയാണ് സർക്കാർ നിലപാട്. ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതും. അതുപോലെ തന്നെ ദൗത്യസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് സംഘടനയ്ക്ക് വലിയ നാശമാണ് സംഭവിച്ചത്. പ്രധാനപ്പെട്ട നേതാക്കളെ സുരക്ഷാ സേന വധിക്കുകയും ചെയ്തു. കഴിഞ്ഞ ജൂണിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മാവോയിസ്റ്റ് സംഘടനയിലെ 357 പേരെയാണ് സുരക്ഷാ സേന ഈ വർഷം ഇതുവരെയും കൊലപ്പെടുത്തിയത്. അതേസമയം എല്ലാ നക്സലൈറ്റുകളും കീഴടങ്ങുകയോ പിടിക്കപ്പെടുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നതുവരെ മോദി സർക്കാരിന് വിശ്രമമില്ല എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഛത്തീസ്ഗഡിലെ കരാഗുണ്ട കുന്നിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് വിജയകരമായി തന്നെ നടത്തിയ CRPF, ഛത്തീസ്ഗഡ് പോലീസ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ്, കോബ്ര ഫോഴ്സ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചുകൊണ്ടാണ് സംസാരിക്കുന്ന വേളയിലായിരുന്നു അമിത്ഷാ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.